ഹായ് ഗൈസ്, വെൽക്കം ടു ഫൈസോസ് വേൾഡ്. ഇവിടെ ആയിരുന്നു ഇന്നലെ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ. ഇത് ലിവ എന്ന് പറയുന്ന ലിവ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ലിവ ഫെസ്റ്റിവൽ നടക്കുന്നത്. പിന്നെ അടിപൊളി വൈബായിരുന്നു. ഇത് ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ്, വൈകുന്നേരം ഞങ്ങൾ എത്തിയത്. പിറ്റേന്ന് രാവിലത്തെയാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. പിന്നെ അവിടെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നൈറ്റ് ഹോൾഡൊക്കെ ചെയ്യണമെങ്കിൽ ടെൻ്റ് ഇല്ലാത്തവർക്കൊക്കെ റെൻറ്റ് കൊടുത്താൽ ടെൻറ്റ് കിട്ടും. നമ്മളടുത്ത് ടെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് ടെൻറ്റ് ഇട്ടുണ്ട് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിലൊക്കെ കിടന്ന് അങ്ങനെ. ഇപ്പോൾ നേരം വെളുത്തു. പിന്നെ ഇവിടെ വാഷ്റൂമും കാര്യങ്ങളും കുളിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒന്നും ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. വന്നാലും നമുക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതാണ് ലിവ ഫെസ്റ്റിവൽ നടക്കുന്ന ആ ഏരിയയിൽ ഫുള്ള് ലിവയുടെ ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. റോഡിലൊക്കെ വരുന്ന വഴിയിൽ അങ്ങനെ ഒരുപാട് ദൂരമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഏകദേശം അടുത്തെത്തിയ സമയത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ബോർഡും റോഡിൽ മുഴുവനും ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അറബിയിൽ ലിവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ലിവ ഫെസ്റ്റിവൽ നടക്കുന്ന ഏരിയ. നല്ല ഒരു കുന്നിന്ന് ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന ഒരു സീനാണിത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിനെ പോലെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു കുറേ ഏരിയ അതിനായിട്ട് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഫുഡ് കോർട്ട്സായിട്ടും അതേപോലെ ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാനായിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനകത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഏരിയ തന്നെ അതിനായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് അതിനുള്ളതൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഹെലികോപ്റ്ററിൻ്റെ സേവനമുണ്ട്. രണ്ടൊന്ന് ഹെലികോപ്റ്റർ പോലീസിൻ്റെ ഒന്ന് CIDൻ്റെ ആണത്. അങ്ങനെ അതൊക്കെ കണ്ട് രാത്രി. പിന്നെ പടക്കം പൊട്ടലിന് ഒരു രക്ഷയില്ല. ഓരോ മണിക്കൂറിനും അര മണിക്കൂറിനും തോന്നുന്നു അങ്ങനെ പൊട്ടിയോണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്നത് വവ്വാലൊന്നും വന്നിരിക്കുന്നതല്ല. നമ്മൾ കാണാൻ പോകുന്നത് ഷോ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇരിക്കുന്ന ആൾക്കാരെ കൂട്ടാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എത്തിങ്ങോട്ട് നിൽക്കുന്നത് ഈ കാണുന്ന സീനുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ഈ വണ്ടിയിലൊക്കെ ഇത് ജസ്റ്റ് ചെക്കന്മാർ വെറുതെ വണ്ടി 4 വീലർ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഇതാക്കുന്നതാണ്. മെയിൻ പരിപാടി നടക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇതിൻ്റെ അടുത്തുള്ള സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരേ കുന്നിൽ തന്നെയാണ്. പക്ഷേ അത് ഒരു സൈഡിൽ ഇവർക്ക് വെറുതെ കളിക്കുന്നവർക്ക് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുക്കുള്ള സൈഡ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ അവരിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഈ 2 ലൈറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അവിടെയാണ് ശരിക്കുള്ള പരിപാടി, കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് വെറുതെ ചെക്കന്മാർ 4 വീലറിലൊക്കെ വന്നിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാവും ചിലപ്പോൾ. നമ്മൾ കണ്ട കാഴ്ച ഈ ഒരു വണ്ടി മേലെ പോയിട്ട് വീണ് പൊട്ടി തരിപ്പണമായി ഡ്രൈവറിൻ്റെ. പിന്നെ വണ്ടി നല്ല സ്ട്രക്ചറിലൊക്കെ എടുത്ത് ആംബുലൻസൊക്കെ വന്ന് എടുത്തോണ്ടുണ്ടായി. അറിയില്ല എല്ലാ അവസ്ഥ എന്നുള്ളത്. മരണക്കളി തന്നെയാണ്. നിൽക്കാൻ നല്ല രസമാണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ബേജാറും പേടിയൊക്കെയാണ്. പോവോ വരുമോ എന്താന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഭയങ്കര രസമാണ് സംഭവം കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് പോലെയല്ല, നമ്മൾ ലൈവായിട്ട് പോയി നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക വൈബ് വേറെ തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഈ വർഷത്തത് എന്തായാലും ഈ 4-ാം തീയതി തൊട്ട് തീരുകയാണ്, ജനുവരി 4-ാം തീയതി. പിന്നെ അടുത്ത വർഷം ഐ മീൻ ഈ 2025 ഡിസംബറിൽ വീണ്ടും തുടങ്ങുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുബായിലൊക്കെ ഉള്ളവരൊന്ന് പോയിട്ടൊക്കെ കാണാം. എന്തായാലും നമ്മൾ ഇത്ര ദൂരെ യാത്ര ചെയ്താലും അത് നഷ്ടമാവില്ല. നല്ല അടിപൊളി നമുക്ക് എൻജോയ് ചെയ്യാനും നല്ലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാനൊക്കെ നമുക്ക് എന്താ പറയുക പുതിയൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാൻ നല്ലൊരു കാര്യമാണ്. നല്ല അടിപൊളി. പിന്നെ കണ്ടോ പടക്കം പൊട്ടുന്ന ഇങ്ങനെ പൊട്ടിയോണ്ടിരിക്കുന്ന അത് ഈ സ്റ്റോളും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ടല്ലോ ആ ഏരിയയിലോട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ മിസ്സാവും നല്ലതിന്. അപ്പോൾ ഈ കോമ്പറ്റീഷനൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഫുള്ള് ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇവരിങ്ങനെ കുന്നുമ്മൽ കയറലും ഇറങ്ങലും ഒക്കെ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉപ്പയും മോനൊക്കെ. ഞാൻ പിന്നെ മേലോട്ടൊന്നും കയറിപ്പോയില്ല. നല്ല
നല്ല കുന്നാണ്, കാണുന്ന പോലെയല്ല. നമുക്ക് കയറി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കയറുമ്പോൾ തന്നെ നമ്മൾ ടയർഡായി പോകും, നല്ല ഹൈറ്റാണ്. അപ്പോൾ അവരങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഷോ തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ മണലിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ലേസർ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വണ്ടി ഇതാണ് സംഭവം. മരണക്കളിയാണ് മക്കളെ, മരണക്കളി. കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഉള്ളിലിങ്ങനെ ടെൻഷൻ. അത് മേലെ പോയത് 2 ലൈറ്റ് ഉണ്ടല്ലോ, അത് ഒരു ലൈറ്റ് ക്രോസ് ചെയ്ത് വന്ന് താഴോട്ട്, പിന്നെ വീണ്ടും പോയി മറ്റേതും ക്രോസ് ചെയ്ത് വന്ന്, പിന്നെ അവരതിൻ്റെ ഏത് വണ്ടിയാണോ ചുരുങ്ങിയ സമയത്ത് കവർ ചെയ്ത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് എന്തോ ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഇനി 4 ദിവസം, ഈ ജനുവരി 4-ാം തീയതി വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കഴിയും. എല്ലാവരും ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമൊക്കെ പോയിട്ട് കാണാൻ നോക്കാം. ദുബായ് നമ്മളെപ്പോഴും കാണുന്നതല്ല, ദുബായിൽ അല്ലാതെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ല. അല്ല, ന്യൂ ഇയറിനല്ലാന്നുണ്ടെങ്കിലും നമ്മളല്ലാത്ത സമയത്തും ഡിസംബറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ചൂടൊന്നുമില്ലല്ലോ ഡിസംബറിൽ. നല്ല ഇപ്രാവശ്യം നല്ല തണുപ്പാണ്. ഇനി അടുത്ത വർഷം എന്താവും, ഈ വർഷം 2025 എന്താവും എന്നുള്ളത് അറിയില്ലല്ലോ. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണാതായി. വണ്ടി ഫുള്ള് മണലൊക്കെ പാറി ആകെ. അയാൾക്ക് മുന്നോട്ട് കാണുന്നുണ്ടാവില്ല, ഇപ്പോൾ എന്തോ സംഭവിച്ച് മേലെ പോയിട്ട് വണ്ടി ഏതായാലും പിന്നെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മണലൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങിയ സമയത്താണ്. കുറേ സമയം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഫെയിലായിപ്പോയി. പിന്നെ വണ്ടി മറിഞ്ഞു, താഴോട്ടെത്തിയില്ല. ഭാഗ്യത്തിന് അത് അവിടെ നിന്ന് ടയർ സ്റ്റെക്കായിട്ട് അങ്ങനെ മറിഞ്ഞത്. നല്ലോണം 4 ടയർ മുകളിലായിട്ട് അങ്ങനെ ഒരു സൈഡ് ഇട്ട് മണലിങ്ങനെ സ്റ്റെക്കായതുകൊണ്ട് താഴോട്ട് വന്നില്ല, ഭാഗ്യം. പിന്നെ ഇവിടുന്ന് താഴ്ന്ന റെസ്ക്യൂക്കാരൊക്കെ ഉണ്ടല്ലോ, ആരുടെ വണ്ടിയൊക്കെ മേലെ പോയിട്ട് ഡ്രൈവറിനെ സേഫായിട്ട് പുറത്തിറക്കി. പിന്നെ അവർ വണ്ടിയൊക്കെ എടുത്ത് ശരിയാക്കി വീണ്ടും താഴെ കൊണ്ടുവന്ന് പിന്നെ അടുത്ത് പോയത്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കാണ്ട് മേലോന്ന് അങ്ങ് നല്ല സ്പീഡിലല്ലേ പോകുന്നത്. അത് അവിടുന്ന് ഇതായി കഴിഞ്ഞാൽ താഴെ നേരെ വന്നാൽ പിന്നെ വണ്ടി എന്താവും ആളെന്താവും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് എന്താ പറയുക, ഒരു ചെറിയ ആക്സിഡൻറ്റ്. അത് ഡ്രൈവറാണ് അത് ഇറങ്ങിയത്, അയാൾ സേഫാണ്. സംഭവമാണ്, സംഭവം കാണാൻ കഴിയില്ല അവിടെ നിന്നിട്ട്. അയാളേതായാലും ഇനി താഴെ കൊണ്ടുവന്ന്. അപ്പോൾ ഈ പോയി വരുന്ന ഓരോ വരവിലും വന്നിട്ട് വണ്ടി ഫുള്ള് ക്ലീനാക്കി കൊടുക്കും അവർ. പിന്നെ താഴെയായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, വണ്ടി ക്ലീനാക്കി കൊടുക്കും. ഡ്രൈവറിന് വെള്ളം കാര്യങ്ങൾ എന്താ വണ്ടി ചെയ്തൊക്കെ കൊടുത്തവരൊക്കെ നല്ല റിലാക്സ് ആക്കിയിട്ട് പിന്നെ അടുത്ത പോകും. ഒരു 4 മിനിറ്റ് താഴെ നിൽക്കുള്ളൂ. അതും ആ നേരം കൊണ്ട് എല്ലാം റെഡിയാക്കിയിട്ട് 2ാമത്തെ പ്രാവശ്യം വീണ്ടും പോകും. അങ്ങനെ ഇപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ.
വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.